ഹായ് കൂട്ടുകാരെ, ഒരു പപ്പായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു താളിപ്പ് കറി ഉണ്ടാക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. ഇതാ പപ്പായ കിട്ടി. അതിനത് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ, നല്ല അടിപൊളി പപ്പായയാണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു പൂതി, തൊട്ടടുത്ത വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരു വേഗം തന്നു. അപ്പോൾ എനിക്ക് തോന്നി അതിനെ കൊണ്ട് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ ഉണക്കൽ മീൻ പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാവും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. കാരണം വെച്ചാൽ ചോറിനൊക്കെ ബെസ്റ്റാണിത്. നമ്മൾ അരച്ച് വയ്ക്കുന്നതിനെക്കാട്ടും സൂപ്പറായിട്ട് നമുക്കിത് വെച്ചെടുക്കാം. കഴിച്ച് നോക്കൂ. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കണം. ഓക്കെ, ഞാനത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അത് കഷ്ണങ്ങളാക്കി അരിയാം. ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളത് അരിഞ്ഞ് പിന്നെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോനും ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. കാരണം ഇതും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വർക്ക് അങ്ങ് കഴിഞ്ഞു കിട്ടും. അപ്പോൾ അതിന് വേണ്ടി കൂടിയാണ് വേഗം ഇതുണ്ടാക്കാം. അപ്പോൾ എനിക്കത് ഭയങ്കര കൊതിയായിട്ട് വരുന്നുണ്ട്. കാരണം വെച്ചാൽ കുറേ കാലമായി ഞാൻ പപ്പായ കൂട്ടിയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ എനിക്കത് സ്പോട്ടിൽ തന്നെ അതെല്ലാം ചെയ്ത് അത് കഴിച്ചു കഴിഞ്ഞാലേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വേഗം ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കത് വൃത്തിയാക്കി ചെമ്പിലേക്ക് ഇടാം. പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് പിന്നെ പച്ചമുളക്, മുളകൊക്കെ പഴുത്തുപോയി. അതുകൊണ്ട് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴുത്ത മുളകും പച്ചമുളകും ഒക്കെ അത്യാവശ്യം കുറച്ച് എരിവ് വേണം കേട്ടോ. എരിവ് വേണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഓരോരുത്തർക്ക് ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. എനിക്ക് ഉപ്പിൻ്റെ അളവ് കുറച്ച് മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ പാകത്തിന് കുറച്ചിട്ടുള്ളൂ. ഇവിടെ എല്ലാവരും അതേപോലെ തന്നെ ഉപ്പ് കുറച്ച് അളവിലേ കൂട്ടാറുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളത് അടുപ്പത്തിലേക്ക് വയ്ക്കാം. ഗ്യാസ് ഓണാക്കാം. അപ്പോൾ വരൂ. ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെച്ച് മൂടി വെച്ചു. നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കണം. ഇതാ എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തതിന് ശേഷം നമുക്കത് വറവിടണ്ടേ. വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ചിലർ നന്നായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കും, ചിലർ അതിന് വേണ്ടി കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ഈ താളിപ്പ് കറിക്ക് അത്യാവശ്യം കുറച്ച് എണ്ണ വേണം കേട്ടോ. നല്ല വെളിച്ചെണ്ണ ആയിരിക്കണേ. തീ കുറച്ച് വെച്ചു. പിന്നെ ഞങ്ങൾ സ്റ്റൗവിനൊരു പ്രശ്നമുണ്ട്. കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഓഫായിപ്പോവും. അതിലേക്ക് കടുക്, 1 സ്പൂൺ കടുക് ഇട്ടു. പിന്നെ അതുപോലെ വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, വറ്റൽമുളക്, ഇത് 3 അരിഞ്ഞ് വെച്ചത് നമ്മളിതിലേക്ക് കണ്ടോ. വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക് നമുക്കതിലേക്ക് ഇടാം. എൻ്റെ ഈ ഗ്യാസ് ഭയങ്കരമായിട്ട് കത്തി പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. കണ്ടോ, ഓഫാക്കുമ്പോഴത്തേനും ഞാൻ ഗ്യാസ് ഓഫ് ആക്കും. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറായി ചെയ്യണം. അപ്പോൾ നമുക്ക് അത് വറുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇനി നിങ്ങളതൊന്ന് ചോറിന് കൂട്ടി നോക്കൂ. സൂപ്പറായിരിക്കും. സൂപ്പർ. അപ്പോൾ ഒലിച്ചുടിയ അടുത്ത വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. ബൈ.